ടി ജി ഐ എ എസുകാർക്കെതിരെ ഈയിടെ ഉണ്ടായ നടപടി എൻ പ്രശാന്ത് കെ ഗോപാലകൃഷ്ണൻ വ്യത്യസ്ത വിഷയങ്ങളിലായിരുന്നെങ്കിൽ പോലും അവരൊരു എലീറ്റ് ക്ലാസ് ആണ് എന്നുള്ളതാണ് അല്ലേ പൊതുവിൽ ഉള്ളൊരു ധാരണയും അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ ഈ ഐ എസ് അസോസിയേഷൻ വലിയ രീതിയിൽ വെട്ടിലായിരിക്കുകയാണ്. ആരെ തള്ളണം ആരെ കൊള്ളണം അല്ലെങ്കിൽ ഇതെങ്ങനെ ന്യായീകരിക്കണം എന്നറിയാതെ. പിന്നെ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് അത് കൃത്യമായൊരു നടപടിയാണ് എടുത്തത്. ഒരുപക്ഷെ ഇനി നടപടികൾ തുടരും എന്നൊക്കെയുള്ളത്. എന്തായാലും എൻ പ്രശാന്ത് കെ ഗോപാലകൃഷ്ണൻ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ നടപടി അല്ലെങ്കിൽ അതിലോട് എൻ പ്രശാന്തിന് ഉൾപ്പെടെ നിലപാട് ടി ജിക്ക് അതിൽ എന്താണ് മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളതും പൊതുവിൽ ഐ എസ് സർക്കാരിൻ്റെ പിടിപ്പുകേടാണിത്, മന്ത്രിമാരുടെ പിടിപ്പുകേടാണ്. ഈ ഐ എ എസുകാർ റിപ്പോർട്ട് ചെയ്യുന്നത് റവന്യൂ സെക്രട്ടറിക്കും അൾട്ടിമേറ്റ്ലി റവന്യൂ മന്ത്രിക്കുമാണ് അഡ്മിനിസ്ട്രേറ്റീവ്ലി. അതെല്ലാം ഏത് മന്ത്രിക്കും അവരോട് എന്തും ആവശ്യപ്പെടാം, ഡിസ്ട്രിക്ട് കളക്ടറാണല്ലോ. ബട്ട് ടെക്നിക്കലി ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് റവന്യൂ സെക്രട്ടറിക്കും റവന്യൂ മന്ത്രിക്കുമാണ്. റവന്യൂ മന്ത്രി കെ എ രാജൻ, ഇദ്ദേഹമായിരുന്നു ഇതിൽ നടപടി എടുക്കേണ്ടത്, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി. ഞാനാണ് റവന്യൂ മിനിസ്റ്ററെങ്കിൽ പ്രശാന്ത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന നിമിഷം ഞാൻ പ്രശാന്തിനെ വിളിക്കും, പ്രശാന്ത് ഡിലീറ്റ് യുവർ ഫേസ്ബുക്ക് അക്കൗണ്ട്, നോട്ട് യുവർ പോസ്റ്റ്, ഡിലീറ്റ് യുവർ അക്കൗണ്ട് ആൻഡ് റിപ്പോർട്ട് മീ വിത്തിൻ 3 minutes. സാർ ഞാനത് എനിക്കൊന്നും കേൾക്കണ്ട, ഒബേ മൈ ഇൻസ്ട്രക്ഷൻസ്. ഇത് പ്രശാന്ത് ചെയ്തില്ലെങ്കിൽ ഐ വിൽ സസ്പെൻഡ് ഹിം ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് കൺസൾട്ടിങ് എനിബഡി. ഒരു സസ്പെൻഷനോട് അടിച്ച് കൈ കൊടുത്ത് പുറത്തങ്ങളാന്ന് പറയും. Then let him go and challenge it in administrative tribunal or high court anywhere. He has legal options. അയാൾ പബ്ലിക്കിൽ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഞാൻ അടുത്ത സസ്പെൻഷൻ കൊടുക്കും. ഐ വിൽ റിപ്പോർട്ട് ഇറ്റ് ടു സെൻട്രൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്, മിസ്ബിഹേവിയർ ഓഫ് ദിസ് ഓഫീസർ. ഇദ്ദേഹം വാട്ട് ഡസ് ഹി തിങ്ക് അബൌട്ട് ഹിംസെൽഫ്? ഞാൻ ഈ ജില്ലാ കളക്ടർമാരൊക്കെ ഫേസ്ബുക്കിൽ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവദിക്കാവുന്ന കാര്യമല്ല. എത്രയോ കാലമായി ഇവരിതൊക്കെ ചെയ്യുന്നു. കളക്ടർ ബ്രോ, വാട്ട് ഡസ് ഇറ്റ് മീൻ? യു ആർ പ്ലേയിങ് വിത്ത് പിള്ളേരുമായിട്ട് കടിപിടി കൂടുക, ബഹളം വയ്ക്കുക, ഇതൊക്കെയാണോ കളക്ടർ ചെയ്യേണ്ടത്? നിങ്ങളൊരു ഡീസൻറ്റ് പോസ്റ്റിലിരിക്കുന്ന ഒരു ജില്ല ഭരിക്കുന്ന കളക്ടറാണ് മിസ്റ്റർ. സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ടു ഞാൻ മറ്റൊരു പെരുമാറ്റച്ചട്ടം കൂടെ ഉണ്ടാക്കുമായിരുന്നു. ഈ അപ് ടു സർട്ടൺ ലെവൽ ഗവൺമെൻറ് ഓഫീസേഴ്സ് ഷുഡ് നോട്ട് ബി ദെയർ ഇൻ സോഷ്യൽ മീഡിയ. ദേ ഷുഡ് നോട്ട് യൂസ് ദ പ്ലാറ്റ്ഫോം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ യു ഡോണ്ട് ഹാവ് പ്രൈവസി. യു ഫീൽ യു ഹാവ് പ്രൈവസി ബട്ട് യു ഡോണ്ട് ഹാവ്. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിലും ഫേസ്ബുക്കിൻ്റെ കയ്യിലുണ്ട്. ലക്ഷ്മിയുടെ സകല ഡീറ്റെയിലും ഫേസ്ബുക്കിൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലെന്നേ ഉള്ളൂ. അയാളുടെ കയ്യിലുണ്ട്, അയാളുടെ സെർവറിലുണ്ട്. എൻ്റെ ഡീറ്റെയിലും അയാളുടെ സെർവറിലുണ്ട്, ലക്ഷ്മിയുടെ കയ്യിലില്ല. ആൻഡ് ഐ ഫീൽ മൈ ഇൻഫർമേഷൻ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ഹൂം? ആൻ അൺനോൺ പേഴ്സൺ സിറ്റിംഗ് ഇൻ അമേരിക്ക, ഒരു സായിപ്പ്, അയാൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പോയി. മലയാളികൾ കരയുന്ന കണ്ടിട്ടില്ലേ? അയ്യോ സുക്കർബർഗ് എന്നെ ബാൻ ചെയ്തു 10 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. അല്ലെങ്കിൽ ഭരണഘടന സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് തെരുവിലും രാഹുൽ ഗാന്ധി വരെ പുസ്തകം എടുത്ത് കാണിച്ച് പേടിപ്പിക്കുന്നവരാണ്. എന്താ സുക്കർബർഗിൻ്റെ അടുത്ത് നടക്കാത്തത്? അയാൾ ഇവിടെയല്ല ഇരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കയറിയിട്ട് റെസ്പോൺസിബിൾ ആൾക്കാർ കയറിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. യു കമ്മ്യൂണിക്കേറ്റ്, മേക്ക് ആൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ജിമെയിൽ ഇറ്റ്സെൽഫ് ഈസ് ഇല്ലീഗൽ. ഗവൺമെൻറ് ഇൻഫർമേഷൻ ഒന്നും തന്നെ ജിമെയിൽ വഴി പോകാൻ പാടില്ല. ജിമെയിൽ ഈസ് എ പ്രൈവറ്റ് കമ്പനി, ഗൂഗിളിൻ്റെ. ആൻഡ് യുനോ, ശ്രദ്ധിച്ചിട്ടില്ലേ ലക്ഷ്മി, ഒരു ജിമെയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവർ പറയും ലക്ഷ്മിയുടെ ഗാലറിയിലേക്ക് ആക്സസ് വേണമെന്ന് പറയും. എന്തിനാ? ജിമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൽ നമ്മൾ തമ്മിൽ അയക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഗാലറി ആക്സസ് എന്തിനാ? ശരി പോട്ടെ, ജിമെയിൽ എടുക്കണമല്ലോ, ഗാലറി ആക്സസ് കൊടുത്തു. ഉടനെ അടുത്തത് ക്യാമറ ആക്സസ്. എന്തിനാണ്? നമ്മുടെ ക്യാമറ നമ്മളറിയാതെ ഓൺ ചെയ്യാൻ. ലൊക്കേഷൻ ആക്സസ്, നമ്മുടെ ലൊക്കേഷൻ നമ്മളറിയാതെ ഓൺ ചെയ്ത് നമ്മളെ ട്രേസ് ചെയ്ത് നമ്മളെവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുക. ഓൾ ദീസ് ഇൻഫർമേഷൻ യു ഹാവ് ഗിവൺ ടു എ യൂറോപ്യൻ and you say that you are the boss here, we have a constitution. What nonsense.
ഈ പ്ലാറ്റ്ഫോമിൽ ഇവർ പെരുമാറുന്നത് തന്നെ ഒരു സെക്യൂരിറ്റി റിസ്ക്കാണ്. ഇത് പ്രശാന്തിന് അറിയില്ല. അയാൾ ഇപ്പോഴും 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, പാവം. ആൻഡ് ഈ സൈസ് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഹി ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 19(1) ആണ് റൈറ്റ് ടു എക്സ്പ്രഷൻ. അതിനെ 19(2) വെച്ച് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരാളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമല്ലേ അയാളെ പറ്റിയുള്ള? എനിക്ക് അയാളെ പറ്റി മോശം അശ്ലീലമായ അഭിപ്രായമാണ്. ഞാനത് പറഞ്ഞു, എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, പോലീസ് പിടിച്ചുകൊണ്ട് പോകും. എന്തുകൊണ്ടാണ്? ദെയർ ഇസ് എ റെസ്ട്രിക്ഷൻ, റീസണബിൾ റെസ്ട്രിക്ഷൻ. ആ റെസ്ട്രിക്ഷൻ റീസണബിൾ ആയിരിക്കും. ഇതൊക്കെ പ്രശാന്തിനെ പോലൊരു IAS-കാരനോട് ഞാൻ പറയേണ്ട ഗതികേട്. വാസ്തവം പറഞ്ഞാൽ കേരള ജനങ്ങൾ തന്നെ ഈ പ്രശാന്ത്മാരെ പുച്ഛിച്ച് തള്ളണം. ഹീ ഷുഡ് നോട്ട്. ആൻഡ് വാട്ട് ഈസ് ഹിസ് കംപ്ലൈൻറ്റ്? അങ്ങേര് എല്ലാ ഫയലും കൊടുത്തിരുന്നു, പക്ഷേ കൊടുത്തിട്ടില്ല എന്ന് ജയതിലക് പറയുന്നു. ആ ജയതിലകിൻ്റെ കമ്മ്യൂണിക്കേഷൻ RTI വഴി ഒരു മാധ്യമത്തിന് കിട്ടുന്നു. അവരത് ഫ്ലാഷ് ചെയ്യുന്നു. ഇത് RTI വഴി കൊടുക്കരുതായിരുന്നു എന്നുള്ളതാണ് പ്രശാന്തിൻ്റെ പ്രശ്നം. RTI വഴി കൊടുക്കരുതായിരുന്നു. അവിടെ ജയതിലക് ഒരു പൊളിറ്റിക്സ് കളിച്ചു. അല്ലെങ്കിൽ തന്നെ ജയതിലക് നേരത്തെ മുതൽ എന്നെ ഉപദ്രവിക്കുന്ന ഇതൊക്കെ ഉണ്ടാവും. ഈ IAS-കാരുടെ ഇടയ്ക്കും പ്രൊഫഷണൽ ജലസി ഉണ്ടല്ലോ. ജഡ്ജിമാരുടെ ഇടയ്ക്കുണ്ട്, വക്കീലന്മാരുടെ ഇടയ്ക്കുണ്ട്, ഡോക്ടർമാരുടെ ഇടയ്ക്കുണ്ട്, ചാനലുണ്ട്, എല്ലായിടത്തും ഉണ്ട് പ്രൊഫഷണൽ ജലസി. ഒരാൾ പൊങ്ങിപ്പോകുന്നതാണ് അവന് ബാക്കിയുള്ളവർ പാരവയ്ക്കും. ദിസ് ഹാപ്പൻ. ഇത് IAS-ലും ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ജയതിലക് ഇത് ചെയ്തത്. പക്ഷേ ജയതിലകിന് ഇത് ഈ ഓരൽ വഴങ്ങുമ്പോൾ വിരൽ കൊണ്ടെങ്കിലും മറയ്ക്കാൻ ഒരു കാര്യമുണ്ട്. ഞാനിത് അറിഞ്ഞിട്ടില്ല. RTI വഴി ആപ്ലിക്കേഷൻ വന്നു, ആരോ അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് കൊടുത്തു. ഐ ഡോണ്ട് നോ എന്ന് പറയാം. ബട്ട് ജയതിലകും ഒരുപക്ഷെ പൊളിറ്റിക്സ് കളിച്ചു കാണും. പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ ഈസ് നോട്ട് ദാറ്റ് പ്രശാന്ത് ഗോയിങ് പബ്ലിക്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി. ഇവരുടെ പെരുമാറ്റച്ചട്ടമൊന്നും ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. പെരുമാറ്റച്ചട്ടത്തിനകത്താണ് ഈ സാമാന്യ മര്യാദ എന്ന് പറയുന്ന സാധനമുണ്ട്. ദാറ്റ് സൂപ്പർസീഡ്സ് എവ്രിതിങ്. അത് പ്രശാന്ത് പാലിച്ചില്ല. IAS അസോസിയേഷൻ, ദാറ്റ് അസോസിയേഷൻ വിൽ നോട്ട് ക്ലിക്ക്. അതൊരു ഇൻഫോർമൽ ക്ലബ്ബാണ്. അവർക്ക് വലിയ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ IAS അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആരാ? B. അശോക്. അദ്ദേഹം സ്വയം കുറേ കോൺട്രവേഴ്സിയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. മഹാമിടുക്കനാണ്, അസാമാന്യ മര്യാദക്കാരനാണ്. ബട്ട് ഈ മറ്റ് IAS-കാർ എന്തിന് B. അശോകിനെ അനുസരിക്കണം? അവരൊരു ക്ലബ്ബാണ് IAS അസോസിയേഷൻ. അതുകൊണ്ട് അസോസിയേഷൻ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രശാന്തും അതിൽ മെമ്പറാണ്, ജയതിലകും മെമ്പറാണ്. അസോസിയേഷൻ ഒരു മെമ്പറെ സപ്പോർട്ട് ചെയ്ത് വേറൊരു മെമ്പറെ കളയാൻ പറ്റുമോ? ആ മെമ്പർ കുറ്റക്കാരനാണെങ്കിൽ പോലും അയാളെ ക്ലബ്ബിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? പാടില്ലല്ലോ. ബിക്കോസ് വി ആർ ഓൾ ടുഗദർ. ഹീ ഈസ് ഇൻ ട്രബിൾ. ഹീ ഷുഡ് നോട്ട് ബി ലെഫ്റ്റ് അലോൺ. ആൻഡ് ദിസ് മാൻ, ഹീ ഈസ് ജസ്റ്റ് ഡീസൻറ്റ്. അങ്ങനെയും കളയാൻ പറ്റില്ല. ഇതാണ് ഈ ക്ലബ്ബുകൾക്ക് വരുന്ന കുഴപ്പം. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു ഇൻഫോർമൽ ക്ലബ്ബായിട്ട് നിലനിർത്താം. സ്നേഹമുറയ്ക്ക് എല്ലാവരും സഹകരിച്ച് വല്ലപ്പോഴുമൊക്കെ കൂടി ചില പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തും പറഞ്ഞും ചിലതൊക്കെ പരിഹരിക്കും, ചിലതൊക്കെ അങ്ങനെ അങ്ങ് കിടക്കും. ക്ലബിനുള്ളിൽ ചില്ലറ ഗ്രൂപ്പുകളുണ്ടാകും. ആ ഗ്രൂപ്പുകൾ തമ്മിൽ അടിയുണ്ടാകും. അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും, ഇവരെ ചീത്ത പറയും, ഇതൊക്കെ നടക്കും. സോ ഇറ്റ്സ് എ നോർമൽ തിങ്. അതുകൊണ്ട് IAS അസോസിയേഷൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വിഷയമല്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ചെയ്യാനും പാടില്ല. ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇടപെടേണ്ടത് അഡ്മിനിസ്ട്രേഷനാണ്, അല്ല അത് നോട്ട് ദെയർ അസോസിയേഷൻ. ഒരു കോമൺ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ വോയിസ് റേസ് ചെയ്യുക എന്നുള്ളതല്ലാതെ രണ്ട് മെമ്പേഴ്സ് തമ്മിലുള്ള പ്രശ്നത്തിൽ അസോസിയേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്യാനും പാടില്ല. അങ്ങനെ ചെയ്താൽ അസോസിയേഷൻ്റെ പർപ്പസ് തന്നെ ഇല്ലാതെ പോകും. സോ അസോസിയേഷനെ വിടുക. ഞാൻ പറയുന്നത് മന്ത്രിമാരുടെ പിടിപ്പുകേടാണ്. IAS-കാരെ നിലയ്ക്ക് നിർത്താൻ നിലയ്ക്ക് നിർത്തുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു വാക്കല്ല. നിയന്ത്രിച്ച് നിർത്തുക, അവരെ ഒരു ഗുഡ് മൂഡിൽ നിർത്തിക്കൊണ്ട് പോകണ്ടേ. അതിന് കണ്ടിൻജൻറ്റ് റിവാർഡും കണ്ടിൻജൻറ്റ് പണിഷ്മെൻറ്റും ആവശ്യമാണ്. ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അഭിനന്ദിക്കുക. ഒരു ചീത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് ചെറുതായിരിക്കും, പക്ഷേ അത് ഉടനെ കൊടുക്കുക. അതിൻ്റെ ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഫേസ്ബുക്കിൽ വന്ന നിമിഷം ഇമ്മീഡിയറ്റ് ആ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യും. ഇപ്പോൾ ഈ വാറോല കൊടുത്തതിൻ്റെ ടൈമിംഗ് ശരിയായില്ല. മാത്രമല്ല ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൂടി വേണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ വാറോല എന്നൊക്കെ വിളിച്ചതിനെ ഉണ്ടല്ലോ, ആ സ്പോട്ടിൽ ഞാൻ ഡിസ്മിസ് ചെയ്യും. ഐ നോ ഇറ്റ് ഈസ് ഇല്ലീഗൽ.
I know it is illegal. You cannot dismiss a man merely because he addressed the press. But dismiss him. Make him go and fight in the tribunal and high court. വിട്ടുകൊടുക്കരുത്. Harass him. Don't give him any job. That is another punishment. അറിയാമോ? രാവിലെ സെക്രട്ടേറിയറ്റിൽ വന്നിട്ട് തെക്ക് വടക്ക് നടക്കും. ഒരു പണിയില്ല. This they did to Raju Narayana Swami. Nobody was there to question that. രാജു നാരായണ സ്വാമി ഡ്യൂട്ടി ഇല്ലാതെ എത്ര കാലം നടന്നു. അച്യുതാനന്ദൻ്റെ 3 പൂച്ചകളുടെ ഒരാളായിരുന്നു രാജു നാരായണ സ്വാമി. രാജു നാരായണ സ്വാമി മറ്റേ എന്ത് കുമാറായിരുന്നു അത്, അജിത് കുമാർ സമ്മൻ, ഒരു കോട്ടിട്ട ആൾ, അദ്ദേഹം IAS ആയിരുന്നു. പിന്നെ ഋഷിരാജ് സിംഗ്. ഈ 3 പേരായിരുന്നു VSൻ്റെ പൂച്ചകൾ. ഇവർ മൂന്നാറിൽ പോയി ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ വാസ് അൺസക്സസ്ഫുൾ. ഒരു പരിധി കഴിഞ്ഞപ്പോൾ മൂക്കും കുത്തി വീണു, ആലമ്പായി. അത് വേറൊരു ചരിത്രം. തിരിച്ചു വന്നു 3 പൂച്ചകൾ. ഋഷിരാജ് സിംഗിന് നിന്ന് പഴയ്ക്കാൻ അറിയാം, ഇതിൻ്റെ വിദ്യകളറിയാം, ഹൗ ടു സർവൈവ്. ഋഷി സർവൈവ് ചെയ്തു. രാജു നാരായണ സ്വാമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലാതെ ഒറ്റപ്പെട്ടു പോയി, ഒരു ഡ്യൂട്ടിയും ഇല്ലാതെ കിടന്നു. മറ്റേ ആൾക്ക് പ്രിമച്വർ റിട്ടയർമെൻറ്റ് എടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ പേര് കുമാർ. നല്ല മിടുക്കനായ IAS-കാരൻ. സൈലൻ്റ്ലി ഹി ഹാസ് ടു വിഡ്രോ. ദിസ് ഈസ് ദ സെറ്റപ്പ്. അവർ പൊളിറ്റിക്കൽ സെറ്റപ്പും IAS-കാരും തമ്മിലുള്ള, എപ്പോഴും IAS-കാർ വളരെ കരുതി നിൽക്കണം. പൊളിറ്റീഷ്യൻസ് മേ ഡിച്ച് യു അറ്റ് എനി മൊമെൻറ്റ്. വലിയ കാര്യത്തിൽ പറയും, കയറി അടിക്കടാ ഞാൻ ഏറ്റു എന്നൊക്കെ പറയും. അടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ മന്ത്രി ഉണ്ടാവില്ല. അതാണ് പൊളിറ്റിക്സ്. സോ അങ്ങനെ വളരെ ഡെലിക്കേറ്റായ പൊസിഷനിലാണ് IAS-കാരിയിരിക്കുന്നത്. ദേ ഹാവ് എ ഫീലിംഗ് ദാറ്റ് അവർ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്, അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്നും ശരിയൊന്നുമല്ല. റോസ്റ്റ് ചെയ്യും പൊളിറ്റീഷ്യൻസ് നിങ്ങളെ. ഇഫ് യു വാണ്ട് എ കരിയർ യു ഹാവ് ടു ബി വെരി സ്മാർട്ട്. അല്ലാതെ ഇങ്ങനെ TV-യിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് ഷൈൻ ചെയ്യാം ഈ വാറോല ഡയലോഗൊക്കെ കൊണ്ട്. കുറച്ചുകൂടെ നല്ല ഡയലോഗ് ഒരു പക്ഷേ മോഹൻലാലിൻ്റെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പ്രശാന്തിന് ഒന്നുകൂടെ ഷൈൻ ചെയ്യാം. ബട്ട് ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി അൺബിക്കമിങ് ഓഫ് ആൻ IAS ഓഫീസർ. യു ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.